സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മത്സ്യബന്ധനത്തിനും വിലക്ക് ഉണ്ട്. തീരദേശത്തും മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൂഴിയാർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഷട്ടറുകൾ ഉടൻ തുറക്കും. സാഹചര്യം വിലയിരുത്താൻ ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം വിളിച്ച് മുഖ്യമന്ത്രി. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, മഴക്കെടുതി രൂക്ഷമാണ് സംസ്ഥാനത്ത്. അതോടൊപ്പം തന്നെ ഈ അലർട്ടുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടിയന്തരമായി ഓൺലൈനിലൂടെ കളക്ടർമാരുടെ ഒരു യോഗം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുകയാണല്ലേ? തീർച്ചയായും പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് മഴ 2 ദിവസം മാത്രം ഉണ്ടാകുമെന്ന രീതിയിലായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ ഈ 2 ദിവസം മുന്നിട്ടിട്ടും മഴ ചെറിയൊരു ശമനമുണ്ടെങ്കിൽ പോലും മഴ പിന്നെയും ശക്തി പ്രാപിക്കാനുള്ള ചില സൂചനകൾ അല്ലെങ്കിൽ ആ ശക്തി പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ പിന്നെയും കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്, മാത്രവുമല്ല ഈ മഴ പെയ്ത ജില്ലകളിലൊക്കെ തന്നെ അതിൻ്റെ ദുരിതമെന്ന് പറയുന്നത്, ദുരിത കാഴ്ചകളെന്ന് പറയുന്നത് വളരെ പുനരധിവാസവും രക്ഷാപ്രവർത്തനവും ഒക്കെ ദുഷ്കരമാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഒരു വെള്ളപ്പൊക്കത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ്, പ്രളയത്തിന് സമാനമായ ഒരു രീതിയിൽ തന്നെയാണ് ഈ പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തരമായ ഒരു യോഗം വിളിച്ചിരിക്കുകയാണ്. 10 മണിക്കാണ്, അല്പസമയത്തിനകം യോഗം ആരംഭിക്കും. ജില്ലാ കളക്ടർമാരുടെ 14 ജില്ലകളിലെ കളക്ടർമാരുടെ യോഗം ഓൺലൈനായാണ് യോഗം. ഈ യോഗത്തിൽ ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ റവന്യൂ മന്ത്രിയും പങ്കെടുക്കും, ചീഫ് സെക്രട്ടറി പങ്കെടുക്കും, മറ്റ് ഉന്നതതല ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും പങ്കെടുക്കുന്നുണ്ട്. ഇത് പ്രധാനമായും ഇനി മുന്നൊരുക്കങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ മുന്നൊരുക്കങ്ങൾ, അതായത് ഇനി രക്ഷാപ്രവർത്തനവും മറ്റൊരു പുനരധിവാസം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പഴയ സ്ഥിതിയിലേക്ക് വീണ്ടെടുക്കാനായി എന്താണ് ചെയ്യേണ്ടത്, അടിയന്തരമായി ചെയ്യേണ്ടത്, അത് പരിശോധിക്കുക. അതോടൊപ്പം തന്നെയും ദുരിതാശ്വാസ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് പോകുന്നു, പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ, പത്തനംതിട്ടയിൽ നിന്നൊക്കെ വന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ദുരിതാശ്വാസ ക്യാമ്പിൽ പോലും വേണ്ടത്ര രീതിയിലുള്ള സൗകര്യങ്ങളില്ല. ആഹാരമുണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റ് മരുന്നുകളോ മറ്റ് സംവിധാനങ്ങളോ തന്നെ ഒരുക്കിയിട്ടില്ല. ചിലയിടത്തൊക്കെ തന്നെ വെള്ളവും വെളിച്ചവും ഒക്കെ വേണ്ടത്ര രീതിയിലില്ല എന്നുള്ള പരാതികളൊക്കെ ഉയരുന്നു. അപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ ഒരു അവസ്ഥ, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, എത്രത്തോളമാണ്, കാര്യക്ഷമം മുന്നോട്ട് പോകുന്നുണ്ടോ? അതിനപ്പുറത്തേക്ക് വെള്ളം കയറിയ വീടുകൾ, പ്രത്യേകിച്ച് പത്തനംതിട്ട പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. റാന്നിയിലും ആറന്മുളയിലൊക്കെ തന്നെ ഇരുനിരയുള്ള വീടുകളിലൊക്കെ ആദ്യ നിരയിലൊക്കെ തന്നെ മുങ്ങിയൊരു കാഴ്ചയാണ്. അപ്പോൾ ഒരാൾ പൊക്കത്തിലാണ് പലയിടത്തും വെള്ളക്കെട്ട് നിൽക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. പലരും രണ്ടാം നിരയിലേക്ക് കയറി ഇരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അവിടെ നിലവിൽ MLA-മാരൊക്കെ തന്നെയും, പത്തനംതിട്ടയിലെ MLA-മാരൊക്കെ തന്നെയും സജീവമായി രംഗത്തുണ്ട്. പ്രത്യേകിച്ച് ആറന്മുളയിലെ അബിൻ വർക്കി അടക്കം എല്ലാ MLA-മാരും സജീവമായി തന്നെ രംഗത്തുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇനി അവിടെ ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ യോഗമൊക്കെ ചേരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ രീതിയിൽ മഴയുടെ തീവ്രത അതിരൂക്ഷമായ ജില്ലകളിലൊക്കെ തന്നെ പുനരധിവാസവും രക്ഷാപ്രവർത്തനവും ഏത് രീതിയിൽ അടിയന്തര സാഹചര്യത്തെ നേരിടാനായി ഇനി എന്ത് നടപടികൾ സ്വീകരിക്കണം, ഇതൊക്കെയാണ് ഇന്ന് ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തുക. അതിനുശേഷം വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകും. ചീഫ് സെക്രട്ടറി അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയും ഈ മഴ വളരെ ശക്തമായി നിൽക്കുന്നതുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം തന്നെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം കർശനമായ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മലയോര പ്രദേശങ്ങളും താഴ്ന്ന പ്രദേശങ്ങൾ, അതോടൊപ്പം തീരദേശ പ്രദേശങ്ങളിലും കടുത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. കാരണം ഈ അല്പം ഒന്ന് മഴ മാറി നിൽക്കുന്നതായിരിക്കില്ല സ്ഥിതി. എപ്പോൾ വേണമെങ്കിലും അലർട്ടുകൾ മാറി പറയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഓരോ 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ട് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിൽ പോലും ആ മുന്നറിയിപ്പുകൾക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റം സംഭവിക്കാം. മഴ, ഒറ്റപ്പെട്ട മഴ, ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ പല ഭാഗങ്ങളിലും ഉണ്ടാകും. മുന്നറിയിപ്പുകൾ അപ്പുറത്തേക്ക് ഈ രീതിയിലൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ 14 ജില്ലകളിലും മഞ്ഞ അലർട്ട്, യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ അലർട്ടിൽ മാറ്റം വന്നിട്ടില്ല. ഇനി അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനുള്ളിൽ തന്നെ വാർത്താ ബുള്ളറ്റിൻ ഇറങ്ങും. ആ ബുള്ളറ്റിനിൽ അലർട്ടിൽ ഏതെങ്കിലും രീതിയിൽ മാറ്റമുണ്ടോ എന്നറിയാൻ പറ്റും. എന്തായാലും യെല്ലോ അലർട്ടിൽ നിന്ന് പിന്നാക്കം പോകുന്നൊരവസ്ഥയില്ല. ഒരുപക്ഷെ അത് ഓറഞ്ച് അലർട്ടിലേക്ക് ഏതെങ്കിലും ജില്ലകളിലൊക്കെ മാറാനുള്ള സാധ്യത. ഇനി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും സമാനമായൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശമാണ്, മുൻകരുതലുകളൊക്കെ പാലിക്കണം. ഇതിലേറ്റവും മറ്റൊരു ശ്രമകരമായ ദൗത്യം എന്ന് പറയുന്നത് ഈ ഭരണകൂടങ്ങൾക്ക്, പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടങ്ങൾക്ക്, ഈ ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ വിമുഖത കാട്ടിക്കുന്ന വലിയ സമൂഹം ഇപ്പോഴും ഉണ്ട്. ഇത് പ്രത്യേകിച്ച് ഈ ദുരിതം ഏറ്റവും കൂടുതൽ ആഘാതം സൃഷ്ടിക്കുന്ന ജില്ലകളിലും പ്രദേശങ്ങളിലും. അവിടെ നിന്ന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ ദൗത്യം തന്നെയാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ വന്നവരുടെ അവസ്ഥ എത്രത്തോളം നല്ലൊരു സാഹചര്യം എന്നതിനപ്പുറത്തേക്ക് ജീവൻ രക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന ഘടകം. അതിന് പോലും വിമുഖത കാട്ടുക എന്ന് പലരുമുണ്ട്. അത് ഇപ്പോഴും ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏകോപിച്ച് പ്രവർത്തിക്കുന്ന അധികൃതരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അതൊരു ശ്രമകരമായ ദൗത്യം തന്നെയാണ്.
അതിനപ്പുറത്തേക്ക് കർശനമായ നിർദ്ദേശം പറയുന്നുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും ഒക്കെ തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി പാലിക്കണമെന്ന്. അപ്പോൾ ഇങ്ങനെ മാറാൻ വിമുഖത കാട്ടുന്നവരെ നിർബന്ധിച്ച് ക്യാമ്പുകളിലേക്ക് മാറ്റണം, ദൂര സ്ഥലങ്ങളിലേക്കും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റണം എന്നുള്ള നിർദ്ദേശം ഈ 10 മണിക്ക് ചേരുന്ന അവലോകന യോഗത്തിൽ, അടിയന്തര യോഗത്തിൽ മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാർക്ക് നൽകും. കാരണം ഇനിയുള്ളവരെ എങ്ങനെ സേഫായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാമെന്നതാണ് ഒരു പ്രധാന ഘടകം. മറ്റത് ഇനി ഏതെങ്കിലും രീതിയിൽ കൂടുതൽ ദുരിതത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ നേരിടാനുള്ള എത്രത്തോളം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നത് കൂടുതൽ കർശനമായി വിലയിരുത്തുകയും കൂടുതൽ കർശനമായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്ന ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ സംവിധാനങ്ങളും അവരുടെ സുരക്ഷയും അവർക്ക് വേണ്ട അവശ്യ വസ്തുക്കളൊക്കെ എത്രത്തോളം കാര്യക്ഷമമായി എത്തിക്കുന്നു, ഇതൊക്കെ തന്നെ ഇന്ന് ചേർന്ന യോഗത്തിൽ വിലയിരുത്തും.